ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആശിഷ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോ, നമ്മളൊരു കല്യാണത്തിന് പോവുകയാണ്. മടവൂരാണ് കല്യാണം. ഉമ്മ അവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അലീഷായും ഉമ്മായും പിന്നെ അവിടെ നിന്ന് വരും. ഞാനും ഇക്കായാണ് ഇവിടെ നിന്ന് പോകുന്നത്. ഇക്ക അവിടെ മാരക ഒരുക്കമാണ് ഗൈസ്. ഒരുക്കമൊക്കെ കഴിഞ്ഞത് അവിടെ നിന്ന് ഷൂ ഇടുന്നു. അവിടെ നിന്ന് ഷൂ ഇട്ടെ. അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ഫുൾ വീഡിയോ ഒന്ന് കണ്ടാലോ ഗൈസ്. അങ്ങനെ നമ്മളെ കല്യാണത്തിന് പോകാൻ ഇറങ്ങിയിരിക്കുകയാണ്. ആദ്യത്തെ കുറേ ടിഷ്യൂ പേപ്പറൊക്കെ കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കുട്ടിയെ കടിച്ചിറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഗൈസ്, നമ്മൾ മടവൂരെത്തി. എൻ്റെ വീട് എത്താറായിരിക്കുന്നു. അവിടെ ഉമ്മായൊക്കെ ഒരുങ്ങാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. നമ്മൾ പോയി ഇക്കാര്യം ഉമ്മായെ വിളിക്കാൻ വേണ്ടി പോയാണ്. അവിടുത്തെ ഉമ്മ റെഡിയായി, അവിടെ താഴോട്ടിറങ്ങി വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ എത്താറായി. ഇത് ഇക്കാടെ അനിയ എനിക്ക് മേടിച്ചിരുന്ന ഡ്രസ്സാണ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. എനിക്ക് കളർ നല്ലോണം ഇഷ്ടപ്പെട്ടു. ഇതാ എൻ്റെ വീട്. നിർത്തിക്കാണ് എൻ്റെ ഉമ്മ തോന്നിക്കുന്നു. ഉമ്മച്ചിക്ക് നമ്മൾ ടാറ്റയും കൊടുത്ത് പോവുകയാണ്. ഉമ്മാരെ വിളിച്ച് കത്തി അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ ചെറുക്കനും കൂട്ടരൊക്കെ ഇവിടെ അടുത്താണ്. കല്യാണം ഇവിടെ അടുത്ത് തന്നെ. മടവൂരാണ് കല്യാണം. പക്ഷേ ചെറുക്കൻ്റെ വീട് ഇവിടെ പുലിയൂർക്കോണത്ത് തന്നെ. അവിടെ ചെറുക്കനും കൂട്ടരൊക്കെ ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് നേരത്തെ അടുത്തുരുത്തി ചെല്ലാമെന്ന് വിചാരിച്ചു. ഓഡിറ്റോറിയം എത്താറായി. ഞാൻ കാണിച്ചു തരാം. നമ്മുടെ കല്യാണം കഴിഞ്ഞ സ്ഥലത്താണ്. കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ഇന്നല്ലേ അങ്ങോട്ട് പോകുന്നത്. ആഗസ്റ്റിലായിരുന്നു നമ്മളെ കല്യാണം. ഇപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവളെ കല്യാണത്തിനാണ് പോകുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് ഫീലിങ്സ് ഉണ്ടോ? കല്യാണം കഴിഞ്ഞിട്ട് അങ്ങോട്ട് നമ്മൾ കല്യാണം കഴിഞ്ഞ് ഇറങ്ങി വന്ന ആഡിറ്റോറിയത്തിലോട്ട് പോകുന്ന എന്തെങ്കിലും ഫീലിങ്സ് ഉണ്ടോ? കൊള്ളായിക്കാതെ എന്തൊരു പറച്ചില്. ഇവിടെ തിരക്കായി തുടങ്ങി. ഇതാണ് വണ്ടികളൊക്കെ വന്ന് തുടങ്ങി. ഇവിടെ പാർക്കിംഗ് ഇച്ചിരി മോശമാണ്. അതുകൊണ്ട് ഇതാണ് ആഡിറ്റോറിയം, തേവരുമുകൾ ആഡിറ്റോറിയം. അങ്ങനെ നമ്മൾ ഉമ്മായി വിളിച്ചിട്ട് വരാം. എന്തായാലും നിങ്ങൾ ജസ്റ്റ് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മൾ ഉമ്മായി വിളിക്കാൻ ഇങ്ങനെ എത്താറായിരിക്കുന്നു. ഉമ്മ വഴി ഇറങ്ങി വരട്ടെ. നമ്മൾ വഴി എത്തി. പാട്ടൊക്കെ പാടിയിരിക്കാന്ന് വിചാരിച്ചു. രണ്ടുപേരും പാട്ട് പാടുക. നീ എൻ കനവിൽ മുഹബത്തിൻ ഗസലായി മൂളുമോ. ആൾക്കാരൊക്കെ വരുന്നു. നീ എൻ കനവിൽ അനുരാ. അപ്പോൾ നമ്മൾ കല്യാണത്തിന് പോകാൻ പോവുകയാണ്. ഇനി അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കണം, പെണ്ണിനെ കാണണം, ചെറുക്കനെ കാണണം. അതൊക്കെയാണ് പരിപാടി. അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ മൂന്നൂരും കൂടി ആഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. ഇക്ക അവിടെ റോട്ടിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് വന്നു. പിന്നെ ഇതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞാൽ പെടും, വേറൊന്നുമല്ല. പിന്നെ നല്ല തിരക്കാവുമ്പോൾ പിന്നെ നല്ല പാടാണ് വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടൊക്കെ. അവിടെ ചെന്നപ്പോഴേ എൻ്റെ ചങ്കു കൊച്ചിനെ ഞാൻ കണ്ടു. നമ്മൾ അസി സുന്ദരിയായിട്ട് നിൽക്കുകയാണ്. ഒരുങ്ങി നല്ല ഫ്രോക്കായിരുന്നു, നല്ല കളറായിരുന്നു. അവൾക്ക് ഇട്ടിട്ട് നല്ല ചേരുന്നുണ്ടായിരുന്നു. കുറച്ച് നേരം പിന്നെ അവളെനിക്ക് കമ്പനി തന്നു. പിന്നെ അവളെ കൂടെ ഞാൻ തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. എന്നിട്ട് നമ്മൾ ആമിനായെ കാണാൻ വേണ്ടി പോവുകയാണ്. ആമിന അവിടെ റെഡിയായി നിൽപ്പുണ്ടായിരുന്നു. അവൾ നല്ല രസമുണ്ടായിരുന്നു. അവളെ കാണാൻ വേണ്ടിയിട്ട് നല്ല രസമുണ്ട്. പിന്നെ പയ്യനൊക്കെ വന്നു. പിന്നെ ദുആയൊക്കെ ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ അതിലൊക്കെ പങ്കെടുത്തു. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് പരിപാടി ഫുഡ് കഴിക്കാനായിട്ട് പോകാനായിട്ട് പോയപ്പോഴാണ് നമ്മുടെ കുഞ്ഞാവെ കണ്ടത്. നമ്മുടെ നൗഫിയുടെ കുഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ കൊച്ചിൻ്റെ ഐസ്ക്രീമൊക്കെ ഞാൻ തട്ടിപ്പറിച്ച് തിന്നെയാണ്. അവൾ എന്നെ അടുത്ത് അപ്പോഴേ വന്ന് ഇപ്പോൾ കമ്പനിയായി നമ്മൾ തമ്മിൽ. എന്നിട്ട് അവൾക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. നല്ല ബീഫ് ബിരിയാണിയും ചിക്കൻ ചില്ലിയും സലാഡും പപ്പടവും അച്ചാറും എല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിൻ്റെ ക്ഷീണമാണ് മുഖത്ത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങി. ഇനി അടുത്ത പരിപാടി ഉമ്മച്ചീനെ കൊണ്ട് തോളൂരാക്കണം. ഉമ്മയെ കൊണ്ടാക്കിയിട്ട് വേണം എനിക്ക് കൂടെ ഇവിടെ വന്ന് നടന്ന് ഉറങ്ങാനെന്നൊക്കെ പറഞ്ഞുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ എൻ്റെ കുരുപ്പ്, എൻ്റെ അനിയത്തി അവിടെ ഉള്ളത് കൊണ്ട് ഒന്നും നടന്നില്ല. അവൾ നമ്മളെങ്ങനെ തോണ്ടി ഇന്ന് എവിടെയെങ്കിലും കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് ചെന്നപ്പോഴേ ഇങ്ങനെ തോണ്ടി നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് നമുക്ക് എവിടെയും പോക്ക് കിടന്നില്ല. ഉമ്മ നല്ല ജ്യൂസൊക്കെ കലക്കി തന്നു. അങ്ങനെ നമ്മൾ ചെന്നുടനെ ജ്യൂസ് കുടിക്കുകയാണ്. എന്തൊക്കെ കത്തി അടിക്കുകയാണ് മരുമോൻ്റെ അടുത്ത്. ഉമ്മ നിന്ന് എന്തൊക്കെ തള്ളിമറിക്കുകയാണ്. അലീഷക്കാണെങ്കിൽ സ്കൂട്ടി പഠിക്കാൻ വേണ്ടി കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അലീഷ നൈസിന് അതിൻ്റെ ഇടയിൽ കൂടെ നിൽക്കുകയാണ്. പിന്നെ ഇക്കാക്ക് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുത്തു. നമ്മൾ ഇത്തിരി നേരം പുറത്തോട്ടൊക്കെ പോയിരുന്നു, ഞാനും അലീഷയും കൂടെ. അപ്പോൾ ഇക്ക ഇത്തിരി നേരം നൈസിന് കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നു. അത്ര ടൈമേ നമ്മൾ കൊടുത്തുള്ളൂ. കാരണം നമുക്ക് പുറത്തോട്ടൊക്കെ പോകണം ഭയങ്കര ഇഷ്ടമാണ്. ഇന്നെവിടെയും പോയില്ല. അങ്ങനെയൊക്കെ ഉറക്കം എണീച്ച് വന്നു. അങ്ങനെ കുറച്ച് സ്നേഹപ്രകടനം, വേറെ ഒന്നുമല്ല. വായിക്കാമ്പക്ക് അങ്ങോട്ടൊക്കെ പോകാമെന്നും പറഞ്ഞ് എനിക്ക് കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇറങ്ങണം ഇഷ്ടമാണ്. അങ്ങനെ ഇക്കാടുത്ത് നിന്ന് ഉറഞ്ഞ് പിറകി ഇരുന്നോളാൻ പറഞ്ഞ്. എന്നിട്ട് ഞാനും അലിയാരും കൂടെ ഫ്രണ്ടിൽ ഇരുന്ന്, അലീഷക്ക് ഫ്രണ്ടിൽ ഇരിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ അലീഷ എന്തോ ധൈര്യത്തിനൊക്കെ കയറി ഫ്രണ്ടിൽ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മൾ പോണു. നമ്മളിപ്പോൾ ആദ്യം പോണ തോളൂരാണ്. ഉമ്മച്ചിയെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മളങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ എനിക്ക് എങ്ങുമില്ലാത്തൊരു സന്തോഷമായിരുന്നു. ഇങ്ങനെ വണ്ടി ഓട്ടിക്കാനൊക്കെ കിട്ടുന്നത് ചാൻസ് കുറവാണ്. രാവിലെ ആകുമ്പോഴേ ജോലിക്ക് പോവും, പിന്നെ ഒരു ഞായറാഴ്ച അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഒരു ടൈം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അതിൻ്റെ സന്തോഷം എനിക്ക് നല്ല രീതിയിൽ മുഖത്തുണ്ടായിരുന്നു. ഇക്കാലത്ത് ഞാൻ താങ്ക് യു ഒക്കെ പറഞ്ഞ് എനിക്ക് വണ്ടി തന്നതിൻ്റെ സന്തോഷം. അലീഷ അതോ അവിടെ നിന്ന് രശ്മി ചേച്ചിയെടുത്ത് കത്തിയടിക്കുകയാണ്. അലീഷ അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞിട്ട് ഇതാ വന്നു. അങ്ങനെ നമ്മൾ പള്ളിക്കൽ ന്യൂട്രീസിൽ കയറി. ഇവർക്ക് രണ്ടുപേർക്കും വണ്ടി കയറിയപ്പോഴേ സ്വസ്ഥത വരുന്നില്ല. ഐസ്ക്രീം എന്ന് പറഞ്ഞ് നിൽക്കണം. അങ്ങനെ നമ്മളെ ഷംനാത്തുണ്ടായിരുന്നു. അങ്ങനെ അവരെടുത്ത് നിന്ന് കുറച്ച് നേരമൊക്കെ കത്തി അടിച്ചതിന് ശേഷം രണ്ട് ഫ്ലേവറെ മേടിച്ചോളൂ. നമ്മളതിൻ്റെ പ്ലാനിങ് ആയിട്ടൊന്നും അല്ലല്ലോ വന്നു, ഉമ്മായി വിളിക്കാൻ വേണ്ടി ഇറങ്ങിയതല്ലേ. അതുകൊണ്ട് പിന്നെ നമ്മൾ കയ്യിൽ ക്യാഷൊന്നും എടുത്തില്ലായിരുന്നു. പിന്നെ കുറച്ച് 2 ഫ്ലേവർ മേടിച്ചുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിൽ പോകുമ്പോൾ എന്തായാലും വാപ്പ എന്തെങ്കിലും മേടിച്ച് തരും. പിന്നെ നമ്മൾ വീട്ടിൽ വന്നു, ഉമ്മായെ വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഉമ്മ ഇവിടെ ചായയൊക്കെ ഇട്ട് തന്നു. വാപ്പ നല്ല സെറ്റ് ചമ്മന്തിയും ഒരുപാട് കടിയുണ്ടായിരുന്നു. മുട്ട ബജ്ജിയും പിന്നെ വേറെന്തോ പുതിയ ഡിഷും പരിപ്പ് വടയും കാബജ്ജിയും മുളക് ബജ്ജി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കൺഫ്യൂഷനായിരുന്നു ഏതെടുക്കും എന്ന് പറഞ്ഞ്. ഞാനതിലേതോ ഒന്ന് കഴിച്ചത് എനിക്ക് തോന്നുന്നു ഞാൻ മുളക് ബജ്ജി കണ്ടാണ് കഴിച്ചത്. ഇക്കാക്ക് ഇതൊരു പുതിയ ഡിഷാണെന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. എന്താ അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അവിടുത്തെ ഉമ്മ എന്നെ ഒരു പരിപ്പുവട ഫാനാണ്. ഉമ്മാക്ക് പരിപ്പുവടയും കൊടുത്തു. കാബജ്ജി അലീഷ ഇരുന്ന് തിന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ചായയൊക്കെ കുടിക്കുകയാണ്. ഇത് മാങ്കോണത്ത് പുതിയതായിട്ടാണ്ട് തുടങ്ങിയ ഒരു കടയിൽ നിന്ന് മേടിച്ചാണ്. എന്നിട്ട് പിന്നെ നമുക്ക് ബൈ പറഞ്ഞ് ഇറങ്ങാൻ സമയമായി. ഒരു 7 മണിയൊക്കെയായപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. രാത്രി പിന്നെ ഞാനും ഇക്കായും കൂടെ പോപ്കോണൊക്കെ റെഡിയാക്കി സിനിമ കാണാനുള്ളൊരു പരിപാടിയാണ്. അനിയെ സിനിമ സെൻഡ് ചെയ്ത് തന്നു. അപ്പോൾ ഒരു ഞായറാഴ്ചയിലേ കിട്ടുന്നത്. അങ്ങനെ നമ്മളിരുന്ന് സിനിമ കാണാനുള്ള പരിപാടിയാണ്. പോപ്കോണൊക്കെ തിന്ന് അങ്ങനെ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ വീഡിയോ ഫുള്ളായി വാച്ച് ചെയ്തവർക്ക് താങ്ക് യു. അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ്. നമ്മൾ രണ്ടുപേരും കൂടെ ഇരുന്ന് ഐസ്ക്രീം ഞം അടിക്കുകയാണ് ഗൈസ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആണെന്നേരം ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.